ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ വെളുത്തുള്ളി ചതച്ചത്, ഇവയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും അതുപോലെ കോൺഫ്ലവർ പൊടിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ചിക്കന് യോജിപ്പിച്ചെടുക്കുക. ഇവയൊക്കെ ഇട്ടിട്ട് ചിക്കന് യോജിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് തൈരിന് പകരം കുറച്ച് വിനാഗിരി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം തിളച്ച നെയ്യിലോട്ട് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ കറിവേപ്പിലയോ വെളുത്തുള്ളിയോ അതുപോലെ പച്ചമുളകോ ഒക്കെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. വേറെ തന്നെ ഒരു ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തന്നെ ചിക്കൻ 65 കഴിക്കണമെന്നില്ല, നല്ല വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ തൈരില്ലെങ്കിൽ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഉള്ള ഐറ്റംസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ഇതിന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ഗാർണിഷിനായിട്ട് കുറച്ച് സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.